أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരരായ TTQ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടുകൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ വീണ്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും 40 പേരും അല്ലെങ്കിൽ നമ്മൾ 43 പേരും അല്ലെങ്കിൽ അതിലധികം പലരും കൂടെ ഉണ്ടാവും. എത്ര പേരാണോ മുഴുവൻ ആളുകളും സാഗൂതം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം മജ്തമഅ ഖൗമുന്ന ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യതദാറസൂന, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ജമാഅത്തിൻ്റെയും കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി ഇരിക്കുന്നു എന്നത് പ്രതിഫലത്തിൻ്റെയും റഹ്മത്തിൻ്റെ തോതിൻ്റെയും മാനദണ്ഡമായിരിക്കും. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിരിക്കുക. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓക്കെ, മഖാരിജുൽ ഹുറൂഫ് അൽ അറബിയ്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 5 റഈസിയായ അടിസ്ഥാനപരമായ മഖ്റജുകൾ. ഈ കാണുന്ന 5 മഖ്റജുകൾ, അതിൽ ഹൽഖ് 6 അക്ഷരങ്ങളുടെ മഖ്റജാണെന്നും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 3 പോയിന്റുകളിലെ ഈ 2 അക്ഷരങ്ങളായ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നീ അക്ഷരങ്ങളും അത് കൃത്യമായി ഉച്ചരിച്ച് ശീലിക്കുന്നതിന് വേണ്ടി കുറേ ഉദാഹരണങ്ങൾ ഖുർആനിലെ പദങ്ങൾ തന്നെ എടുത്തു വായിക്കുകയും പരിശീലിക്കുകയും ചെയ്തു. സഹായിക്കുവാനുള്ള മെന്റേഴ്സായിട്ട് ഓരോ ഗ്രൂപ്പിനും ഈ 2 പേരുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ പരമാവധി പഠനം ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ലിസാൻ എന്ന മഖ്റജിലേക്ക് കടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, ഉപദേശിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാവിനെയാണ്. നാവ് സംസാരത്തിന് ഏറ്റവും പ്രധാനമായി ഉള്ള ഒന്നാണ്. നാവില്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പൊ മറ്റ് അക്ഷരങ്ങൾ പറയണമെങ്കിൽ പോലും ഒരുപക്ഷെ നാവ് വായിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഉച്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ ആയിരിക്കണം നാവ് എന്ന് പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു വിഷയമുള്ളത് അറബിയിലെ എന്ന് മാത്രമല്ല മറ്റേത് ഭാഷയിലെ അക്ഷരങ്ങളുടെ ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് എടുത്തു നോക്കിയാലും നാവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്നത്. ചുണ്ടുകളിൽ നിന്ന്, രണ്ട് ചുണ്ടിൽ നിന്നായി 3 അക്ഷരങ്ങളും ഒരു ചുണ്ടും പല്ലും തമ്മിൽ ബന്ധപ്പെട്ട് മറ്റൊരക്ഷരവും, അല്ലെങ്കിൽ ചുണ്ടിൽ നിന്ന് 4 അക്ഷരങ്ങളും ഹൽക്കിൽ നിന്ന് 6 അക്ഷരങ്ങളും കഴിച്ചാൽ ബാക്കി അക്ഷരങ്ങൾ മുഴുവനും ലിസാനിൻ്റെതാണ്. മഖ്റജുൻ കുല്ലിയുൻ ലി 18 ഹർഫ്, 18 അക്ഷരങ്ങളുടെ ഒരു മഖ്റജാണ് ലിസാൻ. ലിസാന് എന്ന പദത്തിന്റെ അർത്ഥം ആരെങ്കിലും പറയൂ? നാവ്, ഭാഷ, നാവ്, ഭാഷ, ഈ രണ്ടർത്ഥമുണ്ട് ലിസാൻ എന്ന പദത്തിന്. ഭാഷ എന്ന് പറയാൻ കാരണം നാവാണ് ഭാഷയുടെ പ്രധാന ഘടകം. ഓക്കെ, ലിസാനൻ അറബിയൻ എന്നൊക്കെ ഖുർആൻ അവതരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ലിസാൻ. ഓക്കെ, അപ്പോ 18 അക്ഷരങ്ങളുടെ മഖ്റജായ ലിസാനിൽ നിന്നുള്ള അല്പം ചില അക്ഷരങ്ങളാണ് നമ്മൾ പറയാൻ പോണത്. 18 അക്ഷരങ്ങൾ വരുന്നത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള 4 ഭാഗത്ത് നിന്നാണ്. ഇപ്പൊ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണും. അഖ്സൽ ലിസാൻ, വസതുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ, തറഫുൽ ലിസാൻ. ഇങ്ങനെ ലിസാനിന്റെ 4 മേജർ പാർട്സ് അല്ലെങ്കിൽ ഏരിയ. 18 അക്ഷരങ്ങൾ വരുന്നത് ഈ 4 ഭാഗങ്ങളിൽ നിന്നാണ്. ഈ 4 ഭാഗങ്ങളിലെ 10 ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. നാവിൽ നിന്ന് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. തൊട്ടു മുമ്പ് നമ്മൾ തൊണ്ടയിൽ നിന്ന് 6 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. ആ 6 അക്ഷരങ്ങൾ തൊണ്ടയുടെ 3 പോയിന്റ്സിൽ നിന്നാണ് എന്നും പറഞ്ഞു. എന്നാൽ നാവിന്റെ 18 അക്ഷരം വരുന്നത് 4 ഭാഗങ്ങളിലെ 10 പോയിന്റുകളിൽ നിന്നാണ്. ഓർത്തു വെക്കുക, നാവിന്റെ 4 ഭാഗങ്ങളുടെ 10 പോയിന്റുകളിൽ നിന്നാണ് 18 അക്ഷരങ്ങൾ വരുന്നത്. സാധാരണ ഞാൻ ക്ലാസ്സിൽ പഠിതാക്കളോട് പറയാറുണ്ട് 4, 10, 18 എന്ന് ഓർക്കുക. 4, 10, 18. 4, 10, 18 എന്ന് പറഞ്ഞാല് 4 പാർട്ടുകൾ. അഖ്സ, വസത്ത്, ഹാഫത്ത്, തൊറഫ്, ഇങ്ങനെ 4 പാർട്ടുകൾ. 10 എന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞു തരാൻ പോകുന്ന ഈ 4 ഭാഗങ്ങളിലെ വ്യത്യസ്ത പോയിന്റുകൾ. 18 എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന 18 അക്ഷരങ്ങൾ. 4, 10, 18 എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. നാവിന്റെ കോഡായിട്ട് ഓർത്തു വെച്ചാൽ മതി. 4, 10, 18 കേട്ടോ. 4, 10, 18. ഇതാണ് ഒരു പാർട്ടിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങൾ, ഖാഫ്, കാഫ്. ഇത് മറ്റൊരു പാർട്ടിൽ നിന്ന് വരുന്ന 3 അക്ഷരങ്ങളാണ്, ജീം, ഷീൻ, ദീർഘത്തിൻ്റെതല്ലാത്ത യാ. ദീർഘത്തിന്റെ യാ
ജൗഫിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഇവിടെ പറയുന്ന യാ ദീർഘത്തിന്റെ യാ അല്ല, ഗൈർ മദ്ദിയ, ദീർഘത്തിൻ്റെതല്ലാത്ത യാ ആണ്. യ, ഇ, യു എന്നൊക്കെയുള്ള യാ, യ, ഇ, യു, ഐ എന്നൊക്കെയുള്ള യാ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ മറ്റൊരു പാർട്ടിന്റെ രണ്ട് ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ദാദ്, ലാം. ആദ്യം പറഞ്ഞ ഖാഫും കാഫും ഒരു പാർട്ടിലെ 2 പോയിന്റിൽ നിന്ന് വരുന്നു. അപ്പൊ 4, 10, 18 എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ 4 അടുത്ത അക്ഷരം കൂടെ വന്നാല് ഇപ്പൊ 4 പാർട്ട് നാവിൻ്റെത് വെറുതെ 4 പീസ് വെച്ചിട്ടുണ്ട്. അതാണ് 4, 10, 18 4 എന്ന് ഓർത്ത് വെക്കുക, നാവിന്റെ 4 ഭാഗം. ഇനി അതിൽ 18 അക്ഷരങ്ങൾ കാണുന്നുണ്ട്. 10 പോയിന്റ് ആണ് ഇനി നമുക്ക് കാണാനുള്ളത്. 4 കണ്ടു, 18 അക്ഷരവും കണ്ടു. ഇനി ഈ 18 അക്ഷരം വരുന്ന 4 ഇടങ്ങളിലെ 10 പോയിന്റ് അത് നമ്മൾ അക്ഷരം വെച്ചൊന്ന് ജസ്റ്റ് പറയാം. ഇങ്ങനെ തന്നെ ഈ സ്ലൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കുക. ഖാഫ് ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്, കാഫ് അതിന്റെ തൊട്ടടുത്തുനിന്ന് വരുന്ന മറ്റൊരു അക്ഷരമാണ്. അപ്പൊ 2 ആയി. 4, 10 എന്ന് പറഞ്ഞാൽ 10ൽ 2 എണ്ണമായി. ഇപ്പം ഇനി ജീമും ഷീനും യാവും ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. അപ്പൊ 10ൽ 3 എണ്ണമായി. പിന്നെ ദാദ് ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്, ലാമ് മറ്റൊരു പോയിന്റ് നിന്ന് വരുന്നതാണ്. ഏതാണ്ട് 2 കൂട്ടരും ഒരു ഏരിയ ആണ്, പക്ഷെ പിന്നെ 2 പോയിന്റാ. അപ്പൊ 5 ആയേ. കാഫ് 1, കാഫ് 2, ജീം ഷീൻ യാ 3, ബാദ് 1, ലാം 1, അങ്ങനെ 5 ആയേ. നൂന് ഒരു പോയിന്റ് എന്നാണ്, റാഉ അതിന്റെ അടുത്തുനിന്ന് തന്നെ വരുന്നതാണ്, അപ്പൊ 2 ആയേ. അപ്പൊ 7 ആയി കേട്ടോ ടോട്ടല്. താവും ദാലും താവും ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, 8 ആയേ. സാദ്, സീന്, സായി മറ്റൊരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, 9 ആയേ. വാ, ദാൽ, സാ വേറെ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, 10 ആയി. ഇതാണ് 10. ഇനി ഈ 10 നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ പഠിച്ചു പോകണം. ചില ദിവസം 2 3 പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഏതാണ്ടൊരു പിടുത്തം കിട്ടിയോ? പോയിന്റുകളുടെ എണ്ണവും കൂടും. എന്നിട്ട് അക്ഷരത്തിലേക്ക് കിടക്കാം. അല്ല, ഇതൊക്കെ നമ്മള് നോട്ട് ഇങ്ങനെ എഴുതി എടുക്കണോ? നോട്ട്സ് ഇങ്ങനെ നമ്മൾ എഴുതി എടുക്കണോ? അത് ആവശ്യമുള്ളത് ഷോർട്ട് ഹാൻഡ് ചെയ്തോളൂ ക്ലാസ്സിൽ, പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വിശദമായി കിട്ടൂലേ. എല്ലാം അപ്പൊ ഇങ്ങനെ എഴുതി എടുക്കുന്ന ടൈമിൽ സാറ് പറയുന്നത് കേൾക്കാൻ കഴിയില്ല. എഴുതലോ മാത്രല്ല നടക്കിയത്, 2 കൂടി ഒന്നിച്ച് നടക്കൂലല്ലോ. അതെ, 2 കൂടെ നടക്കൂല. അതുമല്ല, എഴുതാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓരോരുത്തരെയും എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ പ്രാവശ്യം എഴുതിയോ ചോദിക്കുന്നത് ഉണ്ടാവും, പിന്നെ എഴുതിയോ കാണാത്ത പ്രയാസം. സാറിപ്പോ പറയുന്നതിന്റെ ഇടയിൽ ഞാൻ എഴുതാൻ വന്നപ്പോ എനിക്ക് ബാക്കിയുള്ളതൊന്നും കിട്ടണില്ല. സാറ് പറഞ്ഞ ചിലർക്ക് അങ്ങനെ എഴുതാൻ കഴിയും, അവരെ എഴുതിക്കോട്ടെ. അല്ലാത്തവര് ഗ്രൂപ്പില് ഡിസ്കഷനിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. PDF അയച്ചു കൊടുക്കും. അതെ, PDF അയച്ചു. സാറി, ഒരേ പോയിന്റ് അക്ഷരങ്ങളുടെ പോയിന്റുകൾ പറഞ്ഞത് അത്ര ക്ലിയർ ആയിട്ടില്ല, അത് വിശദമായി പറയുകയാരും. പിന്നെ അല്ല, 10 പോയിന്റ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത്രയും മനസ്സിലായാൽ മതി. ഇപ്പൊ ഇനി നമ്മൾ 10 പോയിന്റ് ചിലപ്പോൾ 4 5 ക്ലാസ് കൊണ്ടേ പറയുള്ളൂ. ഒന്നുകൂടെ ചോദിച്ച ആള് പേരൊന്ന് പറയും. മുഹമ്മദ് റഷീദ് സാഹിബ്. റഷീദ്. ഓക്കെ, റഷീദ് സാഹിബ്. നമ്മള് 18 അക്ഷരമാണ് നാവുന്ന് വരുന്നത്. ഖാഫ് മുതൽ സാ വരെ 18 അക്ഷരം. ഈ 18 നാവിന്റെ 10 പോയിന്റിൽ നിന്നാണ് വരുന്നത്. 10 പോയിന്റ് നിന്നാണ് ഈ 18 അക്ഷരം വരുന്നത്. പിന്നെ 4 എന്താണെന്നാണ് ആശയക്കുഴപ്പം വരുന്നത്. 4 എന്ന് പറഞ്ഞാല് നാവിനെ 4 ആയി തിരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോ പിന്നെ റഷീദ് സാഹിബ് ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയില്. മലപ്പുറം ഈസ്റ്റും വെസ്റ്റും 2 ആയി തിരിച്ചു. അല്ലെങ്കിൽ പിന്നെ അല്ലാതെ തിരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ മലപ്പുറം ജില്ലയിൽ എത്ര പഞ്ചായത്ത് ഉണ്ടോ അത്രയും തിരിച്ചു. ഇനി 16 പഞ്ചായത്താണ്. ഈ 16 പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിനെയും വീണ്ടും എന്തായിട്ടുണ്ട്?
വാർഡുകളാക്കുന്നുണ്ട്. ടോട്ടൽ ഈ പഞ്ചായത്തുകളിൽ ടോട്ടലി ഇത്രായിരം അല്ലെ ഇത്ര ലക്ഷം ആളുകളാണുള്ളത്. ഇത്ര ലക്ഷം ആളുകൾ വരുന്നത് മലപ്പുറം എന്ന ജില്ലയിലെ 16 പോയിന്റുകളാകുന്ന വാർഡ് പഞ്ചായത്തുകളിൽ നിന്ന് എന്ന് പറയുന്ന പോലെ വേറെ ഒന്നുമില്ല. മനസ്സിലായോ? ക്ലിയർ. ഇനി നമുക്ക് ഏതാണെന്നുള്ള ഓരോന്നോരോന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ഒന്ന് മൊബൈൽ ചാർജ് നോക്കട്ടെ. ഇന്ന് നമ്മള് ഖാഫും കാഫും മാത്രമാണ് നോക്കുന്നത്. യെസ്, ഇന്ന് നമ്മൾ ഖാഫ് ക്യാഫ് എന്നീ 2 അക്ഷരങ്ങൾ മാത്രമാണ് നമ്മൾ അതിന്റെ മഖ്റജായിട്ട് ഖാഫ് ക്യാഫ് മഖ്റജുകൾ മാത്രമാണ് പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അഖ്സൽ ലിസാൻ അതിന്റെ മലയാളം നാവിന്റെ അങ്ങേ അറ്റം, മേലറ്റം എന്നാണ് അക്സ എന്ന് പറഞ്ഞാൽ. അക്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്താണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അക്സ അങ്ങേയറ്റം. അക്സൽ ലിസാൻ നാവിന്റെ മേലറ്റം. ഇവിടെ താഴെ കാണുന്നുണ്ട് ചെറുനാവിനരികിൽ നിന്ന് പുറപ്പെടുന്നത്. അതിനെ ഈ ഹുറൂഫുൽ ലഹവിയ എന്നാ പറയാ. ചെറുനാവിന്റെ ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ആ ഒരു ഏരിയ. ഈ 2 അക്ഷരവും വരുന്നത് ഒരു ഒറ്റ ഏരിയ പറയുകയാണെങ്കിൽ അക്സൽ ലിസാൻ എന്നാ പറയാ. നമ്മൾ 4 ഭാഗമാക്കി തിരിച്ചില്ലേനോ, അതിലൊരു ഭാഗമാണ് അക്സൽ ലിസാൻ. അക്സൽ ലിസാൻ ആ പിക്ചർ ഒന്നുകൂടെ എടുക്കുവോ? അക്സൽ ലിസാന് 4 ഭാഗവും കൊടുത്തേ. ഇത് നോക്കൂ. ഇതിൽ പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഭാഗമാണ് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ടങ് എന്ന് പറഞ്ഞത്. അക്സ എന്നാണ് ഡീപ്പസ്റ്റ് പാർട്ട്. നാവിന്റെ മൊരടോ എന്താ പറയാ അങ്ങോട്ട് പോണേ അത്. ഏതാണ്ട് നമ്മളിങ്ങനെ ചെറുനാവ് വായി തുറന്ന് കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുത്തനെ താഴോട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു കുഞ്ഞി നാവ്, ചെറുനാവ് എന്നൊക്കെ പറയും നമ്മൾ. അതുകൊണ്ടാണ് അവിടെ ലഹവിയ എന്നൊക്കെ പറഞ്ഞത്. ചെറുനാവിനരികിലുള്ള ആ ഒരു പാർട്ടിനാണ് അക്സൽ ലിസാൻ എന്ന് പറയുക. ആ മഞ്ഞ ഭാഗം കാണുന്നത് മൊത്തം അക്സൽ ലിസാനാ. അതിൽ നിന്ന് അക്ഷരം വരുന്ന പോയിന്റ് ഒന്നുകൂടെ അവിടെയാണ് ഖാഫ് എന്ന് പറഞ്ഞ ഭാഗം വരുന്നത്. ഖാഫ് അല്പം താഴോട്ടുണ്ടൊരു കുറച്ചുകൂടെ അവിടെയാണ് കാഫ് എന്ന് പറഞ്ഞ ഭാഗം വരുന്നത്. അപ്പൊ ഖാഫും കാഫും തമ്മിൽ 2 പോയിന്റിലാണ്. ആ ഒരു വ്യത്യാസമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നില്ലേ. മുകളിലേക്ക് പോകുന്ന ഭാഗമാണ് ഖാഫ് എന്ന് പറഞ്ഞത്, താഴേക്ക് പോകുന്ന ഭാഗത്ത് നിന്നാണ് കാഫ് വരുന്നത്. നിങ്ങൾ തന്നെ ക ക ക ക ക ക എന്ന് പറഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. നാവിന്റെ മേലറ്റത്ത് നിന്നാണ് രണ്ടും വരുന്നത് നാവിന്റെ മേലറ്റത്ത് നിന്നാണ്. പക്ഷെ നാവ് മാത്രം പോരാ ഒരക്ഷരം ഉച്ചരിക്കപ്പെടണമെങ്കിൽ. നാവ് മറ്റേതോ ഒരു പ്രതലത്തിൽ ചെന്ന് തട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കാഫിനെയും കാഫിനെയും 2 ആയിട്ട് തന്നെ പഠിക്കാം. അക്സൽ ലിസാനിൽ നിന്ന് എത്ര അക്ഷരം വരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 2 ലെറ്റേഴ്സ് മാത്രം. 2 ലെറ്റേഴ്സ് ആണ് അക്സൽ ലിസാനിൽ നിന്ന് വരുന്നത്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഖാഫ് കാഫ്. ഇനി അക്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ഭാഗം എന്ന് ഒരാൾ ചോദിച്ചാൽ, ഒരു കുട്ടി ചോദിച്ചാൽ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഏത്? മനസ്സിലായില്ല. അക്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്ന് ഒരു കുട്ടി ചോദിച്ചു. അപ്പൊ ആ കുട്ടിക്ക് എങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുക? ചെറുനാവിന്റെ ഞങ്ങളെ സ്ലൈഡിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അതിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ പറയണം? ചെറുനാവിനരികിൽ നിന്ന് എന്ന് പറയണം. ചെറുനാവിന്റെ ഒക്കെ ആ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി 2നെയും 2 ആയിട്ട് തന്നെ കാണാം. നോക്കൂ, ഖാഫ് എന്ന പിക്ചർ കണ്ടോ? ഖാഫിന് നാവ് കൊണ്ടുപോയി തട്ടിയത് നോക്കൂ. ആദ്യം നമുക്ക് ചിത്രം ഒന്ന് നോക്കാം. ഖാഫ് നേരത്തെ സാറ് കാണിച്ച ഹാവും ഗൈനും കാണിച്ച ഹെവി ടോണുള്ള അക്ഷരമായതുകൊണ്ട് ഇസ്തിലാഇന്റെ അക്ഷരമാണ് ഖാഫ്. അതുകൊണ്ട് നാവ് ഇങ്ങനെ പെരുത്ത് വലുതായി ചീർത്ത് നിൽക്കുന്ന
മെഹർനിസ എന്തോ ചോദിക്കുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ മൈക്ക് ഓഫ് ആക്കിയിട്ട് എല്ലാരും ഇങ്ങനെ ചൊല്ലി നോക്കി. അക്ക് അക്ക് ഹക്ക് ഹക്ക് ഹക്ക ഹക്കി ഹക്കു ഹക്കൻ ഹക്കൻ ഖഖു. അങ്ങനെ ചൊല്ലി നോക്കി. ക ക ക. അത് അല്പം ഹെവി ലെറ്റർ ആയതുകൊണ്ട് വായ് തുറന്ന് സ്വരഭാരത്തോടുകൂടെ ഉച്ചരിക്കണം. വായ് മലർത്തി വെച്ച് ക ക ക എന്ന് പറയരുത്. ക ക ക എന്ന് അല്പം വായ് ഉരുണ്ടാണ് വരിക. എന്നാൽ ചുണ്ട് കൂട്ടരുത്. ചുണ്ട് കൂട്ടിയോ പിടിക്കരുത്. ചുണ്ട് കൂർപ്പിക്കരുത്. ക ക കാല 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 ഖീല ഖീല. അപ്പോഴ നാവ് ഇങ്ങനെ കെസ്റായതുകൊണ്ട് ഖീല. ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ് അഖറബു അഖറബു ഇഖ്തറബ ഇഖ്തറബ പോരാ. ഇഖ്തറബ ഇഖ്തറബ യുഖ്രിദു യുഖ്രിദു. എല്ലാം നിങ്ങളൊക്കെ പറഞ്ഞു നോക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. നാവിന്റെ റൂട്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ആ ഒരു ഈ കാഫിന് നമ്മള് ലത്ത് കൊടുത്തിട്ട് അപ്പൊ എങ്ങനെ ഉച്ചാരണം വരുന്നത്? നമ്മൾ സദ്ദ് കൊടുക്കൂല കാഫിന്. അപ്പൊ എങ്ങനെ അതിന്റെ ഉച്ചാരണം മഹ്റജ് എങ്ങനെ ഷെദ് കൊടുക്കുമ്പോഴാ? സദ്ദ് കൊടുക്കുമ്പോ രണ്ടിനും ഒരേ ഇതല്ലേ, നമ്മൾ കനം കൂട്ടിയിട്ടല്ലേ കൊടുക്കുന്നേ? ഷെദ്ദിനോ? ഷെദ് കൊടുക്കുമ്പോഴും ഈ നമ്മളിപ്പോ വെറും വാക്ക് ഉച്ചരിക്കുന്നതും ഒക്കെ രണ്ടും കട്ടി കൂട്ടിയിട്ട് തന്നെയല്ലേ വരുന്നത്? തൊണ്ടയുടെ അങ്ങേയറ്റം വരുന്നത് കട്ടിയല്ല. ഷെദ് എന്ന് പറഞ്ഞാൽ ഡബിൾ എൻട്രി ചെയ്യാം. ഇപ്പൊ പാപ്പിന് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാ ഖറൂബ ഖറൂബ. അപ്പൊ അവിടെ ഷെദ് വന്നില്ലല്ലോ. നേരെ മറിച്ച് ഹഖ ഹഖ. അപ്പൊ ഷെദ് വന്നു. ഷെദ്ദുണ്ടെങ്കിലും ഷെദ്ദില്ലെങ്കിലും അതിന്റെ ടോൺ, അതിന്റെ സിഫത്ത്, അതിന്റെ സ്വഭാവം സ്വരഭാരമായിരിക്കണം. സ്വരഭാരം. സ്വരഭാരം എന്ന് പറഞ്ഞാൽ കനോ അല്ല, ശബ്ദല്ല, ഹെവി ടോണാണ്. വായു തുറന്ന് ഉരുട്ടി പറയുന്ന അക്ഷരം എന്ന് മലയാളത്തിൽ വേണേ പറയാം. ക ക ക ക ക. ഇനി അതിന് ശബ്ദം വന്ന അക്ക അക്ക അക്ക. ശബ്ദില്ലെങ്കിൽ ക ക അക്ക 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 അക്ക. ഓക്കെ. ഇനി നോക്കാം, നമുക്ക് മഖ്റജ് എഴുതിയെടുക്കണ്ടേ? ഏതാണ് മഖ്റജ് എന്ന് നോക്കാം. അഖ്സൽ ലിസാനിൽ നിന്ന് അഥവാ ചെറുനാവിന് അരികിൽ നിന്ന് പുറപ്പെടുന്ന കാഫിന്റെ മഖ്റജ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെറുനാവ് ഒന്നും എഴുതണ്ട. എഴുതേണ്ടത് നാവിന്റെ മേലറ്റവും മേലണ്ണാക്കും എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാവിൽ നിന്നുള്ള 18 അക്ഷരം എന്ന് പറഞ്ഞാൽ നാവ് മാത്രമല്ല, നാവ് എവിടെ പോകുമ്പോഴാണ് ആ ശബ്ദം വരുന്നത്. എവിടെയോ ചെന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ശബ്ദം വരുന്നത്. ഇനി ടച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ശക്തിയിലായിരിക്കും, ചിലപ്പം മർദ്ദം കുറവായിരിക്കും. ഇവിടെ നല്ല മർദ്ദത്തിൽ തന്നെയാണ്. ശരിക്കും അവിടെ ടച്ച് ആവുന്നുണ്ട്. നാവിന്റെ മേലറ്റം, അണ്ണാക്കിന്റെ മേലെ ഭാഗം. അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അണ്ണാക്കിന് അറബിയിൽ ഹനക്ക് എന്നാ പറയാ. ഹനക്ക്. ഹനക്കിൽ നിന്നായിരിക്കണം മലയാളത്തിൽ ഹന്നാക്ക്, അണ്ണാക്ക്, അണ്ണാക്ക് ഉണ്ടായത്. എല്ലാ നാട്ടിലും അണ്ണാക്ക് എന്നാണോ പറയാ? ഏതായാലും മലയാളത്തിൽ ഒരു വാക്കാണ് അണ്ണാക്ക്. അണ്ണാക്ക് ഏതാന്ന് ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? പഠിച്ചോനെ, ആരും പറയുന്നില്ലല്ലോ. ഇല്ല ഇല്ല, അറിയോ നമ്മൾ അണ്ണാക്ക് എല്ലാവർക്കും അറിയാം. ഓ, പറയാൻ കഴിയില്ല, പക്ഷെ അറിയാം. അതെ, അത് എവിടെയാന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഭാഗം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൈ
നമ്മുടെ പെരുവിരല് വായിലേക്ക് മലർത്തിയിട്ട് കൊണ്ടുപോവുക. നമ്മുടെ തള്ളവിരൽ, പെരുവിരൽ 4 വിരലുകളും ചുരുട്ടിപ്പിടിച്ചിട്ട് പെരുവിരൽ വായിലേക്ക് കൊണ്ടുപോവുക. വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൈ മലർന്നു നിൽക്കണം. എന്നിട്ട് മേലേക്ക് ടച്ച് ചെയ്യുക. നമ്മുടെ വിരലിങ്ങനെ മടക്കുക ഉള്ളിലേക്ക്. അപ്പം നമ്മളുടെ മേലെ പല്ലുകളൊക്കെയുള്ള അതിൻ്റെ മോണയും കഴിഞ്ഞ് കുറച്ചും കൂടെ അതിൻ്റെ മോണയുടെ മുരടും ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോണ ചെറുനാവ് വരെയുള്ള ഭാഗത്തിനാണ് അണ്ണാക്ക് എന്ന് പറയാ. അണ്ണാക്ക്. ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നൈസായ എന്തെങ്കിലും തൊലി, ചിലപ്പോൾ ഈ തക്കാളിയുടെ തൊലി, ഇപ്പോഴൊക്കെ ആപ്പിള് കഴിക്കുമ്പോൾ തൊലി ചെത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ തൊലിയൊക്കെ ഉണ്ട് ചിലപ്പോൾ അണ്ണാക്കിൽ പറ്റിപ്പോണം. ഒരു വിധവും അതിനങ്ങോട്ട് എടുക്കാൻ കഴിയില്ല. വല്ലാത്ത പ്രയാസം ഉണ്ടാവുക. എടുക്കാൻ നോക്കുന്നോറും ബാക്കോട്ട് തന്നെ പോകും. പിന്നെ നമുക്ക് ടെൻഷനൊക്കെ ആവാനുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. എല്ലാവരും അങ്ങനെ തന്നെ ആണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പൊ നാവിന്റെ മേലറ്റം മേലണ്ണാക്കിൽ ടച്ച് ചെയ്യാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ അക്ഷരം. ഓക്കെ. പേര് പറയാതെ അക്ഷരം മാത്രം പറയൂ. അത്ര 4 ഓക്കെ ഓക്കെ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, കണ്ടല്ലോ നാവ് പുറപ്പെടുന്നത്, നാവിന്റെ മേലറ്റം മേലെണ്ണാക്ക്. യെസ്. നെക്സ്റ്റ് ഖാഫ്, അലിഫ്, ലാമ്. ഖാല, ഖാല യാ ഖൗമി. 2 പ്രാവശ്യം ഖാഫ് വന്നു. ഖാല യാ ഖൗമി ഇന്നി ലകും നദീറും മുബീൻ. ഖാല യാ ഖൗമി. അത് ഖാല യാ ഖൗമി എന്ന് മലർത്തി പറയാതെ ഖാല, എന്നാൽ ഖാല യാ ഖൗമി എന്നും പറയരുത്. ഇതിന് രണ്ടിനും ഇടയിലാണ് ഇസ്തിലാ. ഖാല യാ ഖൗമി ഇന്നി ലകും നദീറും മുബീൻ. ഖാല യാ ഖൗമി ഇന്നി ലകും നദീറും മുബീൻ. ആരെങ്കിലും ഒരാൾ പറയാം ഉസ്താദേ. قال يا قوم إني لكم نذير مبين. ആയിക്കോട്ടെ. നമ്മൾ കേട്ടിട്ടില്ല, പല സൗണ്ടും വന്നുണ്ട്. കട്ട് കട്ട് കട്ടായിട്ടാ വരുന്നത്. ആയിക്കോട്ടെ. യെസ്. ഒന്നൂടെ. അതെ, ഇപ്പൊ ഓതിയാള്. അത് ക്വാല എന്നാണല്ലോ പറഞ്ഞത്. ക്വാല, നമ്മള് തീയുടെ ജ്വാല എന്നൊക്കെ പറയണ പോലെ ക്വാല എന്ന് വരുന്നത്. അല്ല, ഞാൻ ഒരാളുടെ തിരുത്തുന്ന അവരൊന്നുകൂടി പറയണം ചെയ്യൂ. പേര് ഞാൻ ഓർത്തില്ല. അനീസ 2ാമത് ഓതിയപ്പോ. യെസ്, ഇപ്പൊ കറക്റ്റ് ആണ്. നേരത്തെ ക്വാല അങ്ങനെ പോലെ ഓകാരത്തിലേക്ക് പോവാതിരിക്കുക. ഓകാരം. ഖദീജ. ഓക്കെ ഓക്കെ, ഇപ്പൊ കറക്റ്റ്. ഖാല യാ ഖൗം ഇന്നി ലകും നദീറും മുബീൻ. ഓക്കെ ഓക്കെ, റഷീദ് സാഹിബ്.
إني لكم نذير مبين ഒന്നുകൂടെ قال يا قوم ഓക്കെ സെലീന. قال يا قوم إني لكم نذير مبين ഓക്കെ قال يا قوم إني لكم نذير مبين ഓക്കെ. അപ്പോ ഇനി നമ്മൾ അടുത്ത ആയത്ത് ഇതുവരെ വായിച്ച ആളുകൾ അല്ലാത്തവർ വായിക്കണം കേട്ടോ, ഇനി മറ്റുള്ളവർ. ഓക്കെ, യെസ്. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. MK Khadija, offer you. قال نوح ربي. നേരത്തെ വരാത്തവർ വരൂ. ഒരു തവണ കൂടെ ഓതും. قال نوح ربي إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. നിങ്ങളുടെ സംശയം തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പിന്നീട് പഠിക്കാനുള്ള ഭാഗമാണ്, ആ സമയത്ത് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചോദിച്ചാൾ പോയല്ലോ, ഒന്നുകൂടി ഓതുമെന്ന് ചോദിച്ചാൾ അവിടെ പോയി. ഹലോ. ഓക്കെ, അടുത്ത ആള് പാരായണം ചെയ്തോളൂ. അല്ല, ഞാൻ അയാളുടെ മറുപടി വരുന്നില്ല. قال نوح رب إنهم عصوني واتبعوا من لم يزيده ماله وولده إلا خسارا. ഓക്കെ. ഈ ആയത്ത് ഖൈറുന്നിസ ഒന്ന് പാരായണം ചെയ്ത് യാസിർക്കാക്ക് വിട്ടുകൊടുക്കും, യാസിർ ഉസ്താദിന് വിട്ടുകൊടുക്കണം കേട്ടോ. ഈ ആയത്ത് ഇപ്പൊ ഓതി അതേപോലെ ഒന്ന് ഓതിയിട്ട് വിട്ടുകൊടുത്താൽ മതി. യെസ്, ഓക്കെ. കാല കറക്റ്റ് ആണ്, പാരായണം ചെയ്ത് റെഡിയാണ്. പിന്നെ മെഹറുന്നിസ പേര് കേട്ടോ തെറ്റിപ്പോയത്. മെഹറുന്നിസ ഓതോ. قال نوح ربي إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. ഓക്കെ, രണ്ട് നിസാക്കൾ ഓതി കൊടുക്കണേ ആയത്ത്, ഇൻഷാ അല്ലാ. ഇതേപോലെ വോയിസ് പേഴ്സണൽ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. യാസിർക്ക ഓർമ്മപ്പെടുത്തണേ വന്നില്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആയത്തിലേക്ക് പോവാം. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. ഓക്കെ, വഖീല അവിടെ മുതൽ ഓതു. വഖീല മുതൽ. ഓക്കെ, മുഹമ്മദ് ഐഡിയിൽ. മുഹമ്മദ് ഐഡി ലൈല ബി. وقيل هذا الذي كنتم به تدعون. ഒന്നുകൂടെ ഓതു, ഒന്നുകൂടെ. وقيل هذا الذي كنتم به تدعون. ഓക്കെ, നമ്മളിപ്പോ കാഫ് മാത്രമേ നോക്കുന്നുള്ളൂ. കറക്റ്റ് ആണ്, അൽഹംദുലില്ലാ.
നെക്സ്റ്റ് പുന്നോത്താരാ? ഞാൻ ഐ ഡി وقيل هذا الذي كنتم به تدعون. ഒന്നൂടെ പുന്നോത്ത് ഒന്നൂടെ. പേരെന്താ? അഫീഫ. ആ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ ഐ ഡി ആ സമയത്ത് മാത്രം ഒന്ന് മാറ്റി പിന്നെ നിങ്ങൾ മുന്നോട്ട് തന്നെ എഴുതിക്കൊണ്ടു. എല്ലാവരും അവനവന്റെ പേര് തന്നെ ഐ ഡി ആക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാൻ എളുപ്പമുണ്ടാവും ഇൻഷാ അല്ലാ. ഓക്കെ, അഫീഫ ഒന്നൂടെ. وقيل هذا الذي كنتم به تدعون. ഓക്കെ, ഖാഫ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് സുധീർ ഓപ്പൺ ആയിരുന്നല്ലോ. സുധീർ ഐ ഡി. وقيل هذا الذي كنتم به تدعون. സുധീർ തന്നെയാണോ പേര്? ആ സാർ സുധീർ തന്നെയാ. സുധീർ. ആ, എവിടെയാ നാട്? മാനന്തവാടി, വയനാട്. ആഹാ, വയനാട്. അള്ളാഹു ബർക്കത്താക്കട്ടെ, ശിഫ നൽകട്ടെ, വയനാടിന് കശ്ഫ് നൽകി അനുഗ്രഹിക്കട്ടെ. മാനന്തവാടി അല്ലേ? ആ മാനന്തവാടി. ആ, മാനന്തവാടി എവിടെ? മാനന്തവാടി ടൗൺ തന്നെയാ. ടൗൺ തന്നെ. ഒരു 1.5 കിലോമീറ്റർ സറൗണ്ടിങ്ങിലാ. മാനന്തവാടി വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 2 വർഷം വയനാട്ടിൽ ഉണ്ടായിരുന്നു. കമ്പളക്കാട്. മാനന്തവാടി വയനാട്ടിൽ എവിടെയായിരുന്നു? കമ്പളക്കാട് ഉണ്ടായിരുന്നു. ആ ഹാ ഹാ ഹാ. പിന്നെ ഒരു 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 പ്രാവശ്യം നോമ്പിനും പെരുന്നാളിനൊക്കെ ആയിട്ട് നമ്മളെ കാരക്കുനി വന്നിരുന്നു. മാനന്തവാടി അടുത്ത് കാരക്കുനി. ആ അറിയാം. അവിടെ പള്ളിയിൽ വന്നിരുന്നു. ഓക്കെ, പഠിച്ചതാ? ഓ WMU പഠിച്ചതാണോ? അല്ല അല്ല അല്ല, ഞാന് മലപ്പുറം ജില്ലയിലോ പുളിക്കല പഠിച്ചു. ഓക്കെ ഓക്കെ. അപ്പോ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഖുൽ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഖാഫിനെ ആവർത്തിക്കാനാണ് ഞാൻ എടുത്തെടുത്ത് ചൊല്ലിയത് കേട്ടോ. ശരി. ഖുൽ ഊഹിയ ഫഖാലു ഖുർആനൻ. ഹാന. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا അജബാ. വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോ എവിടെയാ സ്ഥലം പറഞ്ഞേ? പെരുമ്പാവൂര്. എറണാകുളം പെരുമ്പാവൂര്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ആ, ഓക്കെ. അപ്പോ ഈ പാരായണം റെക്കോർഡ് ചെയ്ത് തരുമോ? ചെയ്യാം. ഈ ആയത്ത് ഏത് സൂറത്തിലാ? സൂറത്തുൽ ജിന്നിലെ 1-ാമത്തെ ആയത്ത് കേട്ടാ. നോട്ട് ചെയ്ത് നോക്കണേ. ടെൻഷൻ ആയപ്പോ പെട്ടെന്ന് അതുകൊണ്ടല്ല പറഞ്ഞത്, ഇതിന് വേറൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലക്ഷ്യമുണ്ട്. അതിനാ ഇടവിട്ട് ഓരോ ആളുകളോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാട് ആളുകളോട് പറയും. അപ്പൊ അതിൽ നമ്മുടെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസപ്പെടുന്നത് പിന്നീട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അതിനുവേണ്ടി അപ്പം നിങ്ങൾ പാരായണം ചെയ്യാൻ കാണിച്ച സന്നദ്ധതക്കും താല്പര്യത്തിനും ഏറെ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോ ഈ പ്രാക്ടീസ് ചെയ്തിട്ട് പാരായണം ചെയ്യണമെന്നില്ല, ജസ്റ്റ് എടുത്ത് പാരായണം ചെയ്ത് റെക്കോർഡ് വോയിസ് ചെയ്യാം. യാസ്മിന് പ്രൈവറ്റ് ആയിട്ട് വിട്ടുകൊടുത്താൽ മതി. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ അവിടെ കാഫ് കുൽ എന്ന് പറയുമ്പോ കാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയും വന്നു കുൽ. ഇനി നമ്മൾ കാഫിലേക്ക് കാഫിലേക്ക് കിടക്കുകയാണ്. കാഫിന് ചില ഉദാഹരണങ്ങൾ അവിടെ കാണാം. കാഫിന് ഫത്ഹ, കസ്ര, സുക്കൂന് ഒക്കെ ഉണ്ട്. ഇത് എളുപ്പമാണ്. കിതാബുൻ ആർക്കും തെറ്റാറില്ല. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ കെയുടെ ശബ്ദം തന്നെയാണ്. അല്ലെങ്കിൽ മലയാളത്തിലെ ഏതാണ്ട് മലയാളത്തിലെ കാന്ന് പറഞ്ഞോ, മലയാളത്തിലെ കാന്നുള്ളത് ചിലപ്പോ ഗായു ആവും. മലയാളത്തിലെ കാന്നുള്ളത് ചില സ്ഥലത്ത് ഗ എന്നുള്ള ശബ്ദം വരും. പക്ഷെ അറബിയിൽ ക എപ്പോഴും ക തന്നെ. ഗീഗു ആവില്ല. കിതാബ, കിതാബുൻ, കുതിബ, തക്തുമൂന,
തക്റഹു ശുക്രൻ അല്ലെ ശുക്രിൻ ശുക്രുൻ ഏതായാലും കതബ. അപ്പോ അത് ഖ ഖ ഖ ഖ കാക്ക, നമ്മൾ കാക്ക എന്ന് പറയുന്ന കായല്ല. കതബ അല്പം ഒരു എയർ വരുന്നു എന്നൊന്നും പറഞ്ഞൂടാ. എന്നാലും കതബ കിതാബുൻ കുതിബ തക്തുമൂന തക്റഹു ശുക്രൻ ശുക്രുൻ ശുക്രിൻ. ഓക്കെ, നമ്മൾ നോക്കാം. അഖ്സൽ ലിസാനിലെ ഖാഫ് വരുന്നത് എവിടുന്നാണോ അതിന്റെ അല്പം താഴെ നിന്ന് എന്ന് എഴുതി വെച്ചേക്ക്. ഇപ്പോ ഖാഫിന് അല്പം താഴെ കാഫിന്റെ മഖ്റജ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? വിശദമായി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? ഖാഫിന്റെ മഖ്റജ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം നാവിന്റെ മേലറ്റം മേലെണ്ണാക്ക്. ഇനി കാഫിനാണെങ്കിൽ എങ്ങനെ പറയാ? കാഫിന് എങ്ങനെ പറയാ ഒന്ന് പറയൂ ആരെങ്കിലും? ഖാഫിന്റെ അല്പം താഴെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോ രണ്ടും പറയുന്ന സമയത്ത് പരീക്ഷയ്ക്ക് കാഫിന്റെ മാത്രം മഖ്റജ് ചോദിച്ചാൽ എന്താ എഴുതുക? അഖ്സൽ ലിസാനിലെ ഖാഫിന്റെ തൊട്ട് താഴെ. അഖ്സൽ ഒക്കെ ശരിയാണ് ആൻസർ. അതെ, നാവിന്റെ മേലറ്റത്തിന് അല്പം താഴെ അല്ലെ, അതുപോലെ മേലെണ്ണാക്കില് അല്പം താഴെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ അഖ്സൽ ലിസാനിൽ നിന്ന് വരുന്ന കാഫിന്റെ മഖ്റജിൽ നിന്ന് അല്പം താഴെ. ഈ രണ്ടക്ഷരങ്ങൾക്ക് ഒരു പേരുണ്ട്, മുത്തഖാരിബായ അക്ഷരങ്ങളാ. അടുത്തടുത്ത മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷര, അടുത്തടുത്ത മഖ്റജിൽ നിന്ന്. അതായത് അഖ്സൽ ലിസാൻ എന്ന മഖ്റജിലെ രണ്ട് മഖ്റജുകളിൽ നിന്ന്, ഒന്ന് മേലെ ഒന്ന് താഴെ. ഒന്നുകൂടെ പറയോ ഈ കാഫിന്റെ എവിടുന്ന ഉച്ചാരണം വരുന്നതെന്നുള്ളതും കൂടെ അതെ, ആ പിക്ചറിലേക്ക് നോക്കൂ. ഖാഫിന് അല്പം താഴെ. താഴെ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിയിലേക്ക് അങ്ങോട്ട് ചാടരുത് കേട്ടോ. താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരിക, പുറത്തേക്ക് ചാടുക കേട്ടോ. താഴെ അത് മുന്നോട്ട് അല്ലേ? ഖാഫിന്റെ ആയിക്കോട്ടെ. മുന്നോട്ട് എന്നാണ്, മുന്നോട്ട് എന്ന് പറയാം. പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് ഖാഫ് അല്ല കാഫ്, സോറി. നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ നാവിനെ ഒന്ന് മൈൻഡ് ചെയ്യുക. നിങ്ങളുടെ വായിൽ നാവ് എവിടെ നിൽക്കുന്നു? കണ്ണ് ചുമ്മി ചിന്തിച്ചോളി. അങ്ങനെ ശരിക്കും നിങ്ങളെ കാഫ് പോയി കുത്തുന്നത് കാണും. ഈ ക എന്നത് കെ എന്ന് പറയരുത് കേട്ടോ. ക്യ എന്നൊന്നും പറയണ്ട. KYA ക്യാ. ഹിന്ദിയിൽ ചോദിക്കാറില്ലേ ക്യാ ഹേ? ആ ക്യാ അല്ല കേട്ടോ ഇത്. ചിലര് ക്യാ എന്ന് പറയും. അതാണ് നമ്മുടെ നാടിന്റെ ഒരു സ്ലാങ് മാറ്റമുണ്ട്. നമ്മള് ഇപ്പൊ നേരത്തെ ആരൊന്ന് വന്നിരുന്നല്ലോ, കായംകുളോ എറണാകുളം അവിടെ ഒന്നല്ലോ. അവിടെയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു സ്ലാങ് ഒരു വ്യത്യാസമുണ്ട്. ക്യും അസ്സലാമു അലൈക്കും എന്ന് പറയില്ലേ? അസ്സലാമു അലൈക്കും ക്യും, അസ്സലാമു അലൈക്കും. അതേപോലെ ക്യ എന്ന് പറയും. ക്യ അല്ല ക, കെ അല്ല, കോ അല്ല, ക ക. ഇഖ്റ ബിസ്മി റബ്ബിക, റബ്ബിക 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 റബ്ബികെ. ഇത് രണ്ടും അല്ല, അതിന്റെ ഇടക്ക് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക വറബ്ബുക ഇഖ്റ വറബ്ബുകൽ അക്രം 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 الذي علم بالقلم الذي علم بالقلم. ഖാഫും കാഫും സമ്മേളിച്ച 4 ആയത്തുകൾ ഒന്നുകൂടെ കേൾക്കൂ. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ഓക്കെ,
كتب 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 الله لأغلبن أنا ورسلي إن الله قوي عزيز. ഇവിടെ കാഫുണ്ട് കാഫുണ്ട്. കതബ കാഫ്, അതിന്റെ അല്പം മുകളിൽ നിന്ന് ഖവിയ്യുൻ. കതബ ഖവിയ്യുൻ, കതബ ഖവിയ്യുൻ. വീണ്ടും കതബ വന്നു, വീണ്ടും കതബ വന്നു. സുഹൈൽ ഐ ഡി, സുഹൈൽ ഐ ഡി ഒന്ന് വായിക്കൂ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. ولهم في الآخرة ولهم في الآخرة عذاب النار. عذاب النار. عذاب النار. Okay, very good. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. So it's Barakallah. Next. ഞാൻ ഒരു ചോദിക്കട്ടെ. ആരാ പേര് പറയൂ. നേരത്തെ ആയത്തൊന്ന് ഇടാൻ പറ്റും. അതില് ഹംസ അതെ ജലാ എന്നാണ് അവിടെ. ജലാ പിന്നെ അതേപോലെ അദാബ് ഇവിടെ അദാബ് എന്ന് പറഞ്ഞ ആന്നുള്ള അല്ല, മറ്റേത് ആണ് ജലാ എന്നാ. അത് ഹംസയാണ് കേട്ടോ. ഹംസ ഒറ്റയ്ക്ക് എഴുതുന്നതും ഐനിന്റെ തുടക്കവും കണ്ടാൽ ഒരുപോലെ തോന്നും. അതുകൊണ്ട് ചിലരൊക്കെ ഐനിനെ ഹംസയാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് പിന്നെ ബഖറയിലുള്ള ഒരു ആയത്തില് സവായിക്ക എന്നത് മിക്കവാറും ആൾക്കാർ ഹംസയാണെന്ന് വിചാരിച്ചിട്ട് സവായിക്ക എന്ന് ഓതാറുണ്ട്, മദ് മുത്തസിലാക്കുന്നിട്ട്. അപ്പൊ ഇവിടെ അത് വേണ്ട, ഇത് ഹംസയാണ്, മുത്തസിലായ മദ് തന്നെയാണ്. അടുത്തതല്ല അഅ്സബഹും ഐനാണ്, അഅ്സാബു ഐനാണ്. നിങ്ങൾ എഴുത്തിന്റെ രൂപം കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. ഐനും ഹംസയും. ഹംസയുടെ ശേഷം ഒന്നും ചേർത്ത് എഴുതൂല. ഹംസ അങ്ങനെ ഒറ്റയ്ക്കായിട്ടാണ് ഉണ്ടാവുക. ഐന് കൂട്ടി എഴുതും. കൂട്ടി എഴുതിയ കണ്ടാൽ മനസ്സിലാക്കുക അത് ഐനാണ് എന്ന്. ഓക്കെ ശരി. അടുത്തത് ഒരു അബ്ദുൽ ഉണ്ടല്ലോ. അബ്ദുൽ അവസാനിപ്പിക്കാൻ സമയം വേഗം വരും. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. ഓക്കെ, നമ്മുടെ പിന്നെ അക്ഷരങ്ങൾ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. നമ്മുടെ അക്ഷരങ്ങൾ മീൻസ് നമ്മളതല്ലാത്ത അക്ഷരയിലില്ല. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാഫ്, ഐന്, ഹംസ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ചില നിയമങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ പിന്നീട് ശരിയാക്കാം. കിതാബുൻ, കിതാബുൻ ഫു കൂട്ടി പറയുമ്പോ കിതാബുൻ ഫുസ്സിലത് ആയാതുഹു, അവിടെ ഫുസ്സിലത്ത് വേണ്ട, ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യ, ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. ഓക്കെ, അതാരായിരുന്നു ഇപ്പൊ ഓതിയത്? അബ്ദുറഹീം.
ആ അബ്ദുറഹീം ആണല്ലേ? ഞാൻ നേരത്തെ അബ്ദുൽ എന്ന് മാത്രം കണ്ടത് വേറൊരാളുണ്ടല്ലോ. അത് തന്നെയാണോ അബ്ദുറഹീം? അല്ല അതാണോ അറിയില്ല. അല്ല എന്റെ ഒരു അല്ല, ഒരു അബ്ദുൽ വേറുണ്ട്. അബ്ദുൽ ഉറങ്ങിപ്പോയോ? അല്ലെ മടിയായിട്ട് ഓതാണ്ടിരിക്കണോ? മടിയില്ല വേണ്ടട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ശംസാദ് മറിയം അരീക്കോട്. ഓതിക്കോളി. എനിക്ക് മരണം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തക്കാർ മരിച്ചു. ഇപ്പൊ മയ്യത്തെടുത്ത് വന്നിട്ടുള്ളൂ. ഇപ്പൊ ക്ലാസ് കയറിയിട്ടുള്ളൂ. ഓക്കെ. ഖാഫും കാഫും ആണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ് ദിവസം പഠിച്ച ക്ലാസ് ഇല്ല. ഇപ്പൊ ഇന്നലെ കേട്ടു. ഓക്കെ. അരീക്കോട് സെക്കൻഡ് ബാച്ചിലുള്ള ആളാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അൽഹംദുലില്ലാ. നിങ്ങൾ ഇപ്പൊ ഏതായാലും നിർത്താനായല്ലോ. ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തെന്നാ നന്നായി. എഴുതിയേക്കാലോ പോയിന്റ്. ഇത് തന്നെ, അതാ ഞാൻ പറഞ്ഞത്. ഖാഫും കാഫും ആണ് പഠിക്കുന്നത്. നാവിന്റെ മേലറ്റവും മേലെണ്ണാക്കുമാണ് ഇതിന്റെ മഹ്റജ്. നാവിന്റെ മേലറ്റം. ഓക്കെ. ഖാഫും കാഫും. നാവിന്റെ മേലറ്റവും മേലെണ്ണാക്കും. അത് ഏറ്റവും ടോപ്പ് നിന്ന് കാഫ്, അതിന്റെ തൊട്ട് താഴത്തുനിന്ന് കാഫ്. ഓക്കെ. ആ ഒരു വ്യത്യാസം. യെസ്, നെക്സ്റ്റ് ആയത്തിലേക്ക്, നെക്സ്റ്റ് ഭാഗത്തേക്ക് കടന്ന് നമുക്ക് അവസാനിപ്പിക്കാം. കൂത്തിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു فأنه يضله ويهديه إلى عذاب السعير. അവിടെ ഒരു കാഫ് ഒറ്റ പ്രാവശ്യം വന്നുള്ളൂ. കൂത്തിബ. ഓക്കെ, നെക്സ്റ്റ് പാരായണ പഠനം. സൂറത്തുൽ മുഅ്മിനൂൻ അഥവാ ഖാഫും കാഫും മഖ്റജ്. അത് നാവിന്റെ മേലറ്റം മേലണ്ണാക്കിൽ ടച്ച് ചെയ്യുമ്പോഴാണ്. അതിൽ തന്നെ ഖാഫ് ഏറ്റവും മുകളിലും അതിന്റെ അല്പം താഴെ കാഫുമാണ്. അതായത് ഖാഫിന്റെ അല്പം താഴെ നിന്നാണ് കാഫ്. 4 പാർട്ടുകളിൽ, നാവിന്റെ 4 പാർട്ടുകളിൽ ഒരു പാർട്ടിൽ നിന്ന് 2 പോയിന്റ് വരുന്ന അക്ഷരങ്ങളാണ് നാവിന്റെ 4 പാർട്ടുകൾ. അതിലൊന്ന് അഖ്സായാണ്. അഖ്സൽ ലിസാനിലെ മുകളിൽ നിന്ന് ഖാഫും താഴെ നിന്ന് കാഫും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പാരായണ പഠനത്തിന്, ആശയ പഠനത്തിന് സൂറ അൽ മുഅ്മിനൂൻ 23-ാം അധ്യായം, സത്യവിശ്വാസികൾ. ഞാൻ ആയത്തൊന്ന് പാരായണം ചെയ്യാം. കേൾക്കുക, നോക്കുക. ആരോ ചോദിച്ചല്ലോ എന്തോ. ഒരു സംശയം. സുധീർ സാഹിബ്, കാഫ് പറയുന്നുണ്ടല്ലോ. കാഫും പറയുന്നല്ലോ. കാഫ് പറയുമ്പോ ചില സമയത്ത് എഴുതുമ്പോ കാക്ക് ഒരു ഹംസ ഇട്ടിട്ടും അല്ലാണ്ടും എഴുതുന്നില്ല. അതെന്താ അങ്ങനെ എഴുതുന്നേ? കാഫിന് ഉള്ളിലിടുന്ന സാധനത്തിന്റെ പേര് ഹംസ എന്നല്ല കേട്ടോ. തൽക്കാലങ്ങള് കുഞ്ഞി കാഫ് എന്ന് ഓർത്താ മതി. യാസ്രിക്ക മുകളിൽ ഒരു നോക്കട്ടെ, ഇതിലെടോ ആയത്തുണ്ടോ നോക്കട്ടെ. കാഫ് വരുന്നത് അതാ ഇവിടെ നോക്കൂ. ഇവിടെ ഇതിലല്ല, ഒരു ഒറ്റയ്ക്ക് കാഫ് ഒറ്റയ്ക്ക് എഴുതിയ ഭാഗം ഉണ്ടോ നോക്കൂ. ഒറ്റയ്ക്ക് എഴുതിയ ലാസ്റ്റ് വരുന്ന കാഫ് അതാ ഇവിടെ നോക്കൂ. റബ്ബിക്ക കണ്ടോ? സുധീർ സാഹിബ്, റബ്ബിക്ക എന്ന കാഫിനുള്ളിൽ അല്ലെങ്കിൽ റബ്ബുക്ക എന്ന കാഫിനുള്ളിൽ കണ്ടോ? അതിനുള്ളിലുള്ള നിങ്ങൾ ഹംസ എന്ന് വിളിച്ച ആ സാധനത്തിന്റെ സ്റ്റൈല് നോക്കുക, എഴുത്തിന്റെ സ്റ്റൈല് നോക്കുക. എന്നിട്ട് ഇഖ്റ എന്ന അവിടെ തന്നെ റബ്ബിക്കന്റെ റബ്ബുക്ക എന്നുള്ളിടത്തോ അല്ലെങ്കിൽ ഇഖ്റ ബിസ്മി എന്നുള്ളിടത്ത് അവിടെയൊക്കെ പിന്നെ ഒരു അലിഫിന്റെ മുകളിൽ ഹംസ കാണുന്നുണ്ടോ? അത് ഒറിജിനൽ ഹംസയാണ്. ഹംസ വന്നത് കണ്ടോ? അതിന്റെ ആ എഴുത്തിന്റെ സ്റ്റൈല് കണ്ടോ? എന്നാൽ കാഫിനുള്ളിലുള്ള ഹംസയാണോ നോക്കൂ. അല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ? അപ്പൊ കാഫിനുള്ളിലുള്ള ആളെ ഇനി കാഫാണോ എന്നൊന്ന് നോക്കൂ. നമ്മൾ സാധാരണ എഴുതി പോരുന്ന ഒരു കാഫില്ലേ, അതുപോലല്ലേ നോക്കൂ. അത്
ആ ആ ആ അത് കുഞ്ഞി കാഫാണ്. കാഫ് സഗീറാന്ന് തൽക്കാലം വിചാരിച്ചു വെക്കുക. ഇനി ആ കാഫ് കാണിച്ചു തരാം. ആ കാഫ് തൊട്ട് മുമ്പ് എവിടെ ഉണ്ടല്ലോ, അടുത്ത ആയത്തിലുണ്ടല്ലോ എവിടെ ഒരു കാഫ്. ഇതാ കത്തബാന്ന് എഴുതിയ കാഫ് കണ്ടോ? കത്തബാന്ന് എഴുതിയ ആ ആ കാഫാണ് മറ്റോടത്ത് clear. കാണുന്നത്. ആ അത് പിന്നെ ആ ആ ലാമിന്റെ ഉള്ളിൽ കാഫ് ഇട്ടെന്നും പറഞ്ഞൂടാ. കാഫ് ആ രീതിയിൽ എഴുതും. ഒറ്റയ്ക്ക് എഴുതുമ്പോഴും പദത്തിന്റെ അവസാനത്തിൽ എഴുതുമ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക കാഫ്. ആദ്യത്തിൽ എഴുതുമ്പോൾ ഇതിൽ ആദ്യത്തിൽ കാണുന്ന പോലെയാണ് ഉണ്ടാവുക. അതേപോലെ തൊട്ട് മുമ്പത്തായത്തിൽ വേറെ രീതി കാണാം. അക്രം എന്നൊക്കെ എഴുതിയ സ്ഥലത്തൊക്കെ കാണാതാ ഇങ്ങനെയും കാഫ് കാണാം. കാഫ് ഹായ അയിൻസാദ് 3 രീതിയിലും കാഫിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാഫ് തന്നെയാണ് ആള് കേട്ടോ. അത് clear. എഴുത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മളിപ്പോ കടക്കുന്നില്ല. ഓക്കെ. അപ്പൊ സൂറത്ത് മുഅ്മിനൂനിലെ ആദ്യത്തെ 7 ആയത്തുകളെ കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ നോക്കണം. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഖാഫ്, കാഫ് 6 8 അക്ഷരം പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സമയം വൈകിയത് കൊണ്ട് ഞാൻ ഇടപെടും. അപ്പൊ ഇത്രയും ഭാഗങ്ങള് വായിച്ചു പഠിക്കുക. ഇതിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് തരും, അതിലൂടെ അത് പഠിക്കുകയും ചെയ്യാം. പരിഭാഷ എടുത്തു വെച്ച് വായിച്ചു പഠിക്കുക. അല്ല സാർ, പിന്നെ ഇത് ഓരോ ഇത് വരുമ്പോൾ ഉത്തരം നീട്ടണം, 4 5 നീട്ടണം എന്നൊക്കെ പറയണ്ടല്ലോ. അതെങ്ങനെ എനിക്ക് തീരെ അതായില്ല. അത് കുറച്ചുകൂടി കഴിയട്ടെ കേട്ടാ. അതിലേക്ക് എത്തുന്നേ ഉള്ളൂ നമ്മള് ഇൻഷാ അല്ലാഹ്. അതെങ്ങനെ എങ്ങനെ തെജീവ് തല കയറാത്ത സാധനമാണ്. അത് വേഗം കഴിയും, തലേക്ക് കയറാൻ കുറച്ച് പണി. വേഗം കേറും. വെറുതെ തോന്നുന്നു തലയിൽ കണ്ട് കേറും വേഗം ഇൻഷാ അല്ലാഹ്. സാർ ഒരു അല്ലാഹു സംശയം അനുഗ്രഹിക്കട്ടെ. ചോദിച്ചോട്ടെ. സലീന, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്നുണ്ടല്ലോ, വാവുമൽ അംസ വന്നിട്ട് അതവിടെ സുക്കൂന് വന്നിട്ടാണ് മുഅ്മിനൂൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മള് മുഅ്മിനൂൻ എന്ന് പറയുന്നില്ലല്ലോ. മുഅ്മിനൂൻ എന്നല്ല പറയുന്നത്. മുഅ്മിനൂൻ എന്ന് പറയുന്നത് അവിടെ സുക്കൂന് വന്നതാണോ? മുഅ്മിനൂൻ എന്ന് അത് നമ്മള് അക്ഷരങ്ങൾക്ക് 20 ഹാലുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? അതെ അതെ. അതിൽ 10ാമത്തെ ഹാൽ എത്തുമ്പോഴത് പഠിക്കും. അല്ല സാറ് പല സ്ഥലങ്ങളിലും അങ്ങനെ സുക്കൂന് വന്നോടത്ത് ഇങ്ങനെ കൂട്ടി ഓതിയിട്ടുണ്ട്, അതാ ഞാൻ ശ്രദ്ധിച്ചത്. അത് തന്നെ, അത് കൂട്ടി ഓതല്ല, അത് കൂടുതൽ വെളിവാക്കാതെ ഓതുകയാണ്. അതെ, മറ്റേ ലെറ്റേഴ്സിന്റെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഓതുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ കത് എന്ന് പറയുമ്പോൾ ശരിക്കും പറയുന്നുണ്ട് കത്. അതെ, അല്ല കത് കുഴപ്പമില്ല. മുഅ്മിനൂൻ സുക്കൂന് വരുന്നിടത്താണ് മറ്റേ ലെറ്റേഴ്സ് കൂട്ടിയിട്ട് സാർ ഓതുന്നത്. അതന്നെ, കത് ദാല് സുക്കൂൻ അല്ലേ? കത് ദാല് സുക്കൂനാണ്, അഫ്ലഹ സുക്കൂനാണ്. പക്ഷെ അത് ഞാൻ അഫ്ലഹ എന്ന് പറഞ്ഞിട്ടില്ല. മുഅ്മിനൂന എന്നുള്ളത് മുഅ്മിനൂന എന്ന് പറഞ്ഞിട്ടില്ല. അഫ്ലഹൽ മുഅ്മിനൂന എന്ന് പറയാതെ അഫ്ലഹൽ മുഅ്മിനൂന എന്നാ പറഞ്ഞത്.
അതെ. അതായത് 5 അക്ഷരങ്ങൾ മാത്രമേ സുക്കൂനില് മഹ്റജിൽ അനക്കം കൊടുത്ത് വെളിവാക്കാൻ പാടുള്ളൂ. ബാക്കി അക്ഷരമൊക്കെ അക്ഷരമാണെന്ന് തിരിഞ്ഞാൽ മതി, അവിടെ കൊണ്ടുപോയി പ്രസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ 10ാമത്തെ ഹാലിൽ പഠിക്കും. 10 തികയുമ്പോ ക്ലിയർ ആവും. തിരക്കിടണ്ട. സാർ ഓദ്യപ്പോ ഞാൻ മനസ്സിലാക്കിയതാണ്. ഓ ഗുഡ്, നല്ല വായന, നല്ല ചിന്ത. ബാറക്കല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും. യാസിർ സാഹിബ് പോവാ. ഓക്കെ, അവസാനിപ്പിച്ചാൽ അവസാനിപ്പിച്ചു. എട്ടരക്ക് തുടങ്ങിയാണോ? അതെ, 8:30 തുടങ്ങി. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. 10 മണി കഴിഞ്ഞു. 10:45 ആയിട്ടുണ്ടാവും അല്ലേ? 10:15. ഇവിടെ ഇശാ നമസ്കാരത്തിന്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആയത്തുകൾ പ്രത്യേകം പഠിച്ചു വരിക. കാരണം അടുത്ത ആഴ്ച തുടക്കത്തിൽ നിങ്ങളിൽ എന്താ കുറച്ച് ആളുകളെ വിളിക്കും, അവർ പാരായണം ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് പാരായണം ചെയ്ത് പഠിക്കുക. ഗ്രൂപ്പിൽ നിങ്ങളിത് ഓതി അയച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ ഈ ഓത്തിന്റെ ഓഡിയോ ഞാൻ അയച്ചു തരുന്നുണ്ട്, അതേപോലെ വിശദീകരണത്തിന്റെ ലിങ്കും അയച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.